നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ അധ്യാപകർ അപമാനിച്ചതിനാൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥി. നടന്നത് അങ്ങ് ബീഹാറിലല്ല, ജാതീയതയും മതഭ്രാന്തും കൊടികുത്തി വായുന്ന യു.പിയിലല്ല, പ്രബുദ്ധ മലയാളികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മതസൗഹാർദ്ദത്തിന് പേര് കേട്ട നമ്മുടെ കേരളത്തിൽ. ചെയ്തത് വിദ്യാഭ്യാസം തൊട്ട് തീണ്ടാത്തവരോ ബുദ്ധിയില്ലാത്തവരോ സംഘികളോ അല്ല, ചെയ്തത് മെഡിക്കൽ കോളേജിലെ പ്രൊഫസേഴ്സ് ആണ്. വിദ്യാർത്ഥികൾക്ക് നന്മ പറഞ്ഞുകൊടുത്ത് നേർവഴിക്ക് നയിക്കേണ്ട അതേ അധ്യാപകർ തന്നെ കൊലയാളികളായി മാറുന്നു. ഇതുപോലുള്ള 2-3 ആളുകൾ കാരണം നാളെ നമ്മുടെ കേരളത്തെ പലരും മുഴുവനായി അധിക്ഷേപിച്ചേക്കാം. നമ്മൾ ഇന്ന് യു.പിയിലും ബീഹാറിലും നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന മതഭ്രാന്തിന്റെയും ജാതി വ്യവസ്ഥയുടെയും ബീഫ് കൈവശം വെച്ചതിനെ തല്ലിക്കൊല്ലുന്നതിന്റെ ഒക്കെ വീഡിയോ കാണുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു വികാരമുണ്ട്. അതേ വികാരം തന്നെയായിരിക്കും ഇതുപോലെ ന്യൂസുകൾ കേൾക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നത്. അവരെയൊക്കെ നമ്മൾ സംഘികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ നീച പ്രവർത്തികൾ ചെയ്യുന്നത് ആരൊക്കെയാണ്? നിതിൻ രാജ് എന്ന പൊന്നുമാണ് നഷ്ടപ്പെട്ട അമ്മയുടെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ നമ്മളെല്ലാവരും ഇന്ന് രാവിലെ മുതൽ കാണുന്നതാണ്. ഒരു നാട് മുഴുവൻ കണ്ണീരിലാണ്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിലെ ദുരൂഹതകൾ മാറ്റി സത്യം പുറത്തു കൊണ്ടുവന്ന് അർഹിക്കുന്ന ശിക്ഷ അതിന്റെ പിറകിൽ ആളുകൾക്ക് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിവേചനം കാണിക്കുന്ന ആളുകൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കേസുകളിൽ പ്രതികളായ ഉന്നതർ വെറും ഒരു സസ്പെൻഷനിലും ഡിസ്മിസിലും ഒതുങ്ങി പോകുന്നത് കാണാറുണ്ട്. നിതിൻ രാജിന്റെ കേസിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രൂപപ്പെടുത്താം.